പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു ചെറിയൊരു ഇടവേളയായിരുന്നു. വീണ്ടും കല്ലുകളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഈശ്വരൻ അനുഗ്രഹത്താൽ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അഭിപ്രായങ്ങളാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ ധാർമ്മികതയോട് കൂടിയിട്ട് പറയുമ്പോഴാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസവും എന്നിലുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അവന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്ന് അവൻ്റെ ജീവിതത്തിൽ ഒരു ഗുരുവിനെ ലഭിക്കുക എന്നുള്ളതാണ്. എല്ലാ പേരും അവരവരുടെ ജീവിതത്തിൽ അവരെ ഗുരുവായിട്ട് കാണുന്നത് മാതാപിതാക്കളെയാണ്. അതിൽ പിതാവിനാണ് മൂല്യം കൂടുതൽ. ജീവിതത്തിൽ ഒരു ഗുരുവിനെ ലഭിക്കുന്ന ഒരാൾ അയാൾക്ക് മുജ്ജന്മ പുണ്യമുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അറിവാണ് പ്രധാനം, ധർമ്മമാണ് കർമ്മം. കർമ്മത്തിൽ അടിയുറച്ച് അറിവിനെ തേടുക. ഇത് വിജയത്തിൻ്റെ നാൾ വഴികൾ നിന്നിലേക്ക് എത്തിച്ചേരും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം. എന്നിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ കൂട്ടിയിണക്കി ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നടത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഡയമണ്ടിനെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോകളിലും കൃത്യമായിട്ട് പ്രതിപാദിച്ചു പോകുന്നുണ്ട്. ഡയമണ്ട് എന്താണെന്നും നാച്ചുറൽ ഡയമണ്ട് എന്താണെന്നും ലാബ് ഗ്രോൺ എന്താണെന്നും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇതിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നും അത് എത്ര തരം കട്ടുണ്ടെന്നും അത് ഏതൊക്കെ ലാബുകളുടെ സർട്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ജെനുവിനിറ്റി ഉള്ളതാണെന്നും ഞാൻ നിങ്ങളോട് പ്രതിപാദിച്ചിട്ടുണ്ട് മുൻ വീഡിയോകളിൽ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വന്നത്, ഡയമണ്ട്സിൽ വിവിധ ഇനം കളറുകളുണ്ട്. ആ കളറുകളുടെ അടിസ്ഥാനത്തിൽ ഡയമണ്ടിനെ കൃത്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുത്തിയിട്ടുമുണ്ട്. ഈശ്വരൻ ഭൂമിയിൽ എപ്പോഴും പറയുന്നത് പോലെ ഈശ്വരൻ ഭൂമിക്ക് വരദാനമായി നൽകിയ ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നങ്ങളിൽ ഏറ്റവും മൂല്യമുള്ള ഒന്നായി ഡയമണ്ടിനെ വിശേഷിപ്പിക്കുന്നു. ആ ഡയമണ്ടിൽ ബ്ലൂ ഡയമണ്ട് ഉണ്ട്. ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഡയമണ്ടിനെ കുറിച്ച്. ബിസിനസ്സുകാരുടെ ഇടയിൽ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒന്നാണെന്നും ബ്ലാക്ക് ഡയമണ്ട് പതിച്ച ഓർണമെൻറ്റ്സ് പോലും അതുകൊണ്ടാണ് നിലവിൽ എപ്പോഴും കാണാത്തതെന്നും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് ഡയമണ്ട് നമ്മളിലേക്ക് വരുമ്പോൾ അതെപ്പോഴും ഒരു പ്രകാശത്തെ ഒബ്സോർവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകാശത്തിന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു തലത്തിലേക്ക് മാറുമെന്നും അതുകൊണ്ട് അതിന് പ്രയോജനമില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതും ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് ഓർക്കുക. അതേ സ്ഥാനത്ത് നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് കാണുന്ന ഡയമണ്ടുകളിൽ വളരെ റയറായിട്ട് കിട്ടുന്ന ഡയമണ്ട്സ് ആണ് പിങ്ക് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മൂല്യമുള്ള പിങ്ക് ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡയമണ്ടിൻ്റെ അകത്തുണ്ടാകുന്ന മിനറൽസ് എന്ന് പറയുന്ന കാർബണാണ്. കാർബണിൻ്റെ കൂടെ ആൽക്കൈൻ ഫോർമാറ്റും കൂടി രൂപാന്തരപ്പെടുമ്പോൾ അതിൽ കളർ വേരിയേഷൻ ഉണ്ടാവും. ലോകത്തെ ഏറ്റവും ഹാർഡ്നെസ് ഉള്ള വസ്തു എന്ന് പറയുന്നതും ഡയമണ്ട്സ് ആണ്. അപ്പോൾ ഈ ഡയമണ്ടിൽ പിങ്ക് ഡയമണ്ട് എന്ന് പറയുന്നത് ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്നതും ഏറ്റവും റെയറസ്റ്റ് ആൻഡ് റെയറാണ്. എന്തുകൊണ്ടാണ്? ഇത് നാച്ചുറൽ ഖനനത്തിലൂടെ നമുക്ക് ലഭിക്കില്ല. ഈ ഖനനത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചില പോർഷനുകൾ സഞ്ചരിക്കും. അതിൽ നിന്ന് റെയറസ്റ്റ് ആൻഡ് റെയറായിട്ട് കിട്ടുന്നതിനെയാണ് ഈ കളർ വേരിയേഷൻ ഉണ്ടാവുന്നത്. പുറം പാളികളിൽ നിന്നോ മീഡിയം പാളികളിൽ നിന്നോ ഈ കളർ വേരിയേഷൻ ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഡയമണ്ട് എന്ന് പറയുന്ന ഒരു വസ്തുവിന് എപ്പോഴും റിഫ്ലക്ഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് ഡയമണ്ട് ആകർഷണീയതയുടെ മുഖമെന്ന് രത്നവ്യാപാരികൾ സൂചിപ്പിക്കുന്നത്. ഈ രത്നത്തിൽ ഡയമണ്ടിന്
എല്ലാ രത്നങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടി മൂല്യം കൂടുതൽ കൊടുക്കുന്നതിൻ്റെ കാരണവും ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു ഹാർഡ്നെസ് കൂടിയിട്ടുള്ള ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന കാർബണിൻ്റെ ശേഖരമുള്ള, വീണ്ടും ഞാൻ പറയുന്നു, കാർബൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആ ഒരു കൃത്യമായ ഫോർമേഷനിൽ പ്രകൃതി തരുന്നതാണ് ഡയമണ്ട്. ഡയമണ്ടിൽ ഈ കളർ വ്യതിയാനം സംഭവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമാണ്. നമ്മളൊരു പിങ്ക് ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ മാർക്കറ്റിൽ പോയിട്ട് നമുക്കൊരു പിങ്ക് ഡയമണ്ട് മേടിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ വിരളമാണ്. കാര്യം അത്രയും റെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു റെയറായിട്ടുള്ള ഒരു പിങ്ക് ഡയമണ്ട് നമുക്ക് മേടിക്കുമ്പോൾ പെർ ക്യാരറ്റ് വിലയെന്ന് പറയുന്നത് ഏകദേശം $1,00,000 മുകളിൽ അതിന് വിലയുണ്ട്. ഡോളർ റേറ്റിലാണ് ഡയമണ്ടിൻ്റെ റാപ്പ് റിപ്പോർട്ട് പ്രകാരമാണ് ഡയമണ്ട്സിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് റാപ്പ് റിപ്പോർട്ട് എന്ന്. റാപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഗോൾഡിന് ഒരു റേറ്റ് ഉണ്ട്. ഗോൾഡ് റേറ്റ് ദിവസവും വ്യതിചലനപ്പെടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ പുള്ളിങ് മാർക്കറ്റുകളുണ്ട്. ബോംബെ മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഗോൾഡിൻ്റെ റേറ്റ് അന്താരാഷ്ട്ര മൂല്യത്തിന് ആനുപാതികമായിട്ട് നിശ്ചയിക്കപ്പെടുന്നതായിട്ടുള്ള ഓരോ സെക്ഷനുണ്ട്. ആ സെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഗോൾഡിന് വ്യതിചലനം വരാം. ഡോളറിൻ്റെ മൂല്യം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ റേറ്റ് കൂടുകയും ഡോളറിൻ്റെ മൂല്യം കുറയുന്ന സമയത്ത് ഗോൾഡിൻ്റെ റേറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിചലനമാണ് നമുക്കിവിടെ പ്രകടമാവുന്നത്. അതാണ് ഗോൾഡ് റേറ്റ് സ്ഥിരതയോട് കൂടിയിട്ട് സഞ്ചരിക്കാത്തത്. ആ സ്ഥിരതയോടുകൂടി ഗോൾഡ് റേറ്റ് സഞ്ചരിക്കാതെ വരുന്ന സമയത്ത് അതിലൊരു വേരിയേഷനുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 7,000 രൂപ പെർ ഡേ കുറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 3,000 രൂപ കൂടുന്നുണ്ട്. അപ്പോൾ അത് ഗോൾഡിൻ്റെ അതൊരു സന്തുലിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് വാങ്ങലും കൊടുക്കലും കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ട് അത് കൃത്യമായിട്ടുള്ള വേരിയേഷനുകളിൽ ഡിപ്പെൻസ് ആണ്. ഡയമണ്ട്സിന് ഒരു ഓൾ ഓവർ ദ റാപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓൾ ഓവർ ദ വേൾഡ് റിപ്പോർട്ടുണ്ട്. അത് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ഡയമണ്ടിൻ്റെ വിവിധ ഇനം ക്ലാരിറ്റി ഉണ്ട്. ഈ ക്ലാരിറ്റി ഉണ്ട്, കളേഴ്സിൻ്റെതാണ് ഞാൻ ക്ലാരിറ്റി എന്ന് പറയുന്നത്. IJ ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ VVS1D ഉണ്ട്. ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയിലുള്ള കളർ ഗ്രേഡ് ഉള്ളതാണ് VVS1. VVS2 ഉണ്ട്, VS ഉണ്ട്, ഇങ്ങനെയുള്ള EH ഉണ്ട്, IJ ഉണ്ട്. ഇങ്ങനെയുള്ള ഇതിനൊക്കെ റേറ്റുകൾ വേരിയേഷനാണ്. ഞാനൊരു എക്സാമ്പിളോട് കൂടി പറയാം. VVS1 കളർ ഗ്രേഡ് D വരുന്ന ഒരു വൈറ്റ് ഡയമണ്ട്സ് 1 ക്യാരറ്റിൻ്റെ റാപ്പ് റിപ്പോർട്ട് പ്രകാരമുള്ള റേറ്റ് നിങ്ങൾ നോക്കണം. ഈ റാപ്പ് റിപ്പോർട്ട് പ്രകാരം റേറ്റ് നിശ്ചയിച്ചിരിക്കുന്ന ഓൾ ഓവർ ദ വേൾഡാണ്. അപ്പോൾ ഈ ഡയമണ്ടിന് വേൾഡ് ഫുള്ളും ഒരു മാർക്കറ്റാണ്. പക്ഷേ ഈ ഡയമണ്ട് സെയിൽ ചെയ്യുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇന്ത്യയിൽ അധികമായിട്ട് നടക്കുന്നത് കൊണ്ട് നിശ്ചിതമായിട്ടുള്ള പ്രഡിക്ഷൻ റേറ്റുകളിലൂടെയാണ് ഡയമണ്ട് സഞ്ചരിക്കുന്നത്. റാപ്പ് റിപ്പോർട്ടിൽ കിടക്കുന്നത് ഒരു ക്യാരറ്റിന് 3 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാൻ പോയാൽ 3 ലക്ഷം രൂപ കിട്ടത്തില്ല. അത് മെർച്ചൻ്റുമാർ അവരുടെ ഡിസിഷൻസ് അനുസരിച്ചാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. അത് പർച്ചേസ് ചെയ്ത് 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഹയസ്റ്റ് പ്രൈസാണ്. അപ്പോൾ ആ 3 ലക്ഷം രൂപ പെർ ക്യാരറ്റിന് വരുന്നത് മെർച്ചൻ്റ് പർച്ചേസ് ചെയ്യുന്നത് ചിലപ്പം 2 ലക്ഷം രൂപയ്ക്കായിരിക്കും. അവർ 2.5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ അതായത് വിവിധ ഇനം സ്റ്റെപ്പുകൾ താണ്ടിയാണ് ഈ ഹൈ ക്വാളിറ്റി സെക്ഷനിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഇത് ഞാനിവിടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഡയമണ്ട് എന്ന് പറയുന്നതിൻ്റെ പെർ ക്യാരറ്റ്, നാച്ചുറൽ ഡയമണ്ട്സിൻ്റെ പെർ ക്യാരറ്റ് റേറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഈ ജുവലറികളിലെല്ലാം നമുക്ക് പെർസെൻറ്റ് കണക്കിനാണ് അവർ ഡയമണ്ട് സെയിൽ ചെയ്യുന്നത്. 5 സെൻറ്റ് ഡയമണ്ടിന് അവർ നിശ്ചിതമായൊരു എമൗണ്ട് നിശ്ചയിക്കും. 55,000 തൊട്ട് 65,000 തൊട്ട് ഇങ്ങനെയുള്ള റേറ്റുകൾ. 10 സെൻറ്റിന് അങ്ങനെ. പക്ഷെ പെർ ക്യാരറ്റിൻ്റെ റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ പ്രമുഖമായിട്ടുള്ള എല്ലാ ജുവല്ലേഴ്സും പെർ ക്യാരറ്റിന് ഒരു ക്യാരറ്റിൻ്റെ ഒരു ഡയമണ്ട്, നാച്ചുറൽ ഡയമണ്ട് വേണമെങ്കിൽ അവർ 5 lakhs മേളിലല്ലാതെ അവർ ഈടാക്കുന്നില്ല. അപ്പോൾ ഈ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ പിങ്ക് ഡയമണ്ടിൽ ഒരു റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മൾട്ടി മില്യണർ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വലിയൊരു സാമ്പത്തിക സ്ഥിതിയുള്ള ആളോ ആയിരിക്കണം ഒരു പിങ്ക് ഡയമണ്ട്. അതുകൊണ്ടാണ് പിങ്ക് റെയർ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ധരിക്കാൻ പറ്റാത്തത്. പക്ഷേ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന ഒരു ഓഷനിൽ പിങ്ക് ഡയമണ്ട് 22 ക്യാരറ്റുള്ള പിങ്ക് ഡയമണ്ട് പോയത് ഇന്ത്യൻ മണി 600 കോടി രൂപയ്ക്കാണ്. അതായത് നമുക്ക് ഈ ഡയമണ്ടിൽ വില നിശ്ചയിക്കപ്പെടുന്നത് ഒരു മോഹവിലാസ് സെക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 മുതൽ 5 ക്യാരറ്റ് വരെ ഉള്ളതിന് ഒരു റേറ്റും
5 മുതൽ 10 ക്യാരറ്റ് വരെ ഉള്ളതിന് വേറൊരു റാപ്പ് റിപ്പോർട്ടും 10 മുതൽ 15 മുകളിലോട്ടുള്ളതിനൊക്കെ മോഹവിലയുമായിട്ട് വെക്കുന്ന കാര്യം വളരെ റയറസ്റ്റ് ആൻഡ് റയറാണ്. 1 ക്യാരറ്റ് കിട്ടുന്ന അതേ ലാഘവത്തോടു കൂടി നമുക്കൊരു 5 ക്യാരറ്റ് കിട്ടത്തില്ല. 5 ക്യാരറ്റ് കിട്ടുന്ന അതേ ലാഘവത്തോടു കൂടിയിട്ട് 15 ക്യാരറ്റിനെ സമീപിക്കാറില്ല. ക്യാരറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന് നിശ്ചിതമായ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ അതിന് ചിന്തിക്കാത്ത വിലയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു പിങ്ക് ഡയമണ്ട് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ ഞാൻ വളരെ ഇമ്പ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം എനിക്ക് പോലും എടുക്കാൻ സാധിക്കില്ല, അത്രയും വിലയാണ്. പക്ഷെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഈശ്വരൻ അനുഗ്രഹം തന്നു. അപ്പം നമ്മൾ ഒരു രത്നം എന്ന് പറയുന്നത്, ആ രത്നത്തെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് കൊടുക്കുക എന്ന് പറയുന്നതും ദൈവികമായിട്ടുള്ള ഇടപെടലാണെന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. കാര്യം നിമിത്തമുണ്ടെങ്കിൽ മാത്രമേ രത്നങ്ങൾ ധരിക്കാൻ സാധിക്കൂ. നല്ല രത്നങ്ങൾ ധരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗുണം ഉണ്ടാവൂ. നല്ല രത്നങ്ങൾ ധരിക്കാതിരുന്നാൽ നമുക്ക് ആ ഗുണം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാര്യം ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. നമ്മൾ ഈ രത്നമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിനപ്പുറം ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാനവും കൂടിയുണ്ട്. രണ്ട് ധാർമ്മികമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനിടയിലുണ്ട്. വിശ്വാസം എന്നത് ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ശാസ്ത്രവും വിശ്വാസവും കൂടി യോജിക്കുന്നതാണ് രത്നം. മറ്റൊന്നിനും അങ്ങനെ ഒരു സിദ്ധാന്തം പറയാൻ സാധിക്കില്ല. വേറെ ഒന്നിനെയും നമുക്ക് അങ്ങനെ ഉപമിക്കാൻ സാധിക്കില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ് അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അതിൽ നടക്കുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന എനർജി അതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. ആ ഒരു റേഡിയേഷൻ തെറാപ്പി തന്നെയാണ് രത്നങ്ങളിലൂടെ നടക്കുന്നത്. അപ്പോൾ രത്നങ്ങൾ കറക്റ്റ് ആനുപാതികമായി ധരിക്കണമെന്ന് എപ്പോഴും പറയുന്നത് അമൃതം കൂടുതലായാൽ വിഷമാണ്. ഗുണത്തിന് വേണ്ടി ധരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ആനുപാതികപരമായി അതിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ, രത്നത്തെ അതിനെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി സമീപിച്ചു കഴിഞ്ഞാൽ, രത്നം ധരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന റെമഡി, രത്നം ധരിച്ചത് കൊണ്ടുണ്ടാകുന്ന ഗുണം, നമ്മൾ ഒരു റെമഡീസ് ആയിട്ടാണല്ലോ രത്നം ധരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അനുഭവസ്ഥനാണ് ഞാൻ ഈ രത്നം ധരിച്ചിട്ട് എനിക്കുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ നേരിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ധരിക്കേണ്ട രീതിയിൽ നമ്മൾ രത്നം ധരിക്കണം. ചുമ്മാ ഒരാൾ പറഞ്ഞത് കൊണ്ട് വന്ന് രത്നം ധരിക്കുക, അങ്ങനെയല്ല. ആദ്യം നമ്മൾ എന്താണ് കല്ലിൻ്റെ ഘടന എന്താണ്, ആ ഘടനയിലുള്ള വിശ്വാസ്യത എന്താണ്, അതെന്തുകൊണ്ടാണ് നമ്മൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നതിനുള്ള ബോധ്യം നമുക്ക് വേണം. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രത്നം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ധരിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് രത്നം മേടിച്ച് ധരിച്ചവരുണ്ടാവും. അവരുടെ മനസ്സിൽ അവർ പറയുന്ന അഭിപ്രായമാണ്. എനിക്ക് വേണമെങ്കിൽ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും ഒരു വോയിസ് ആയിട്ട് ഇട്ടിട്ട് നിങ്ങളിലേക്ക് ഇടാം. അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇടാം. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? നമ്മൾ ആരെയും ഒന്നും കേൾപ്പിച്ചുകൊണ്ടല്ല വിശ്വാസ്യത ദൃഢപ്പെടുത്തേണ്ടത്. നമ്മൾ അത് ചെയ്യുന്ന കർമ്മമാണ് നമ്മുടെ വിശ്വാസ്യത. നമ്മുടെ അനുഭവമാണ് നമ്മൾ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതും പറയുന്നത്. അതുകൊണ്ടാണ് ധരിക്കുമ്പോൾ ഗുണമുണ്ടാകുന്നത്. അല്ലെങ്കിൽ എനിക്ക് ധരിച്ചാൽ രത്നത്തെക്കുറിച്ച് മാത്രം ഓരോ രത്നങ്ങളും, മിക്ക യൂട്യൂബുകളിലുള്ള വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ രത്നങ്ങളും ആ രത്നത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറയുന്നുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് തികച്ചും ഡിഫറൻ്റ് ആയിട്ട് ആ രത്നത്തിൻ്റെ ഘടനയെക്കുറിച്ചിട്ടല്ലാതെ തന്നെ രത്നങ്ങളെക്കുറിച്ച്, ഘടനയെക്കുറിച്ച്, അതിൻ്റെ മിനറൽസിനെ കുറിച്ച്, അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണത്തിനെക്കുറിച്ച് ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ പൂർണ്ണമായിട്ടുള്ള ഓരോ രത്നങ്ങളെക്കുറിച്ചും പൂർണ്ണമായിട്ടുള്ള വിശകലനം ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? ഇത് എന്നിലുള്ള അറിവ് ഞാൻ നിങ്ങളിലേക്ക് പകരുന്നതും തെറ്റായിട്ടുള്ള അറിവുകൾ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് പകർന്നു കൊടുക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല എന്ന് വിശ്വസിക്കുന്നു. രത്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള മിക്ക കാര്യങ്ങളും പക്ക പരാജയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രത്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ശേഖരണം, കൃത്യമായിട്ടുള്ള അറിവിലൂടെ ഓരോ കാര്യങ്ങളും പ്രതിപാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഡയമണ്ട്സിൽ വിവിധ ഇനം കളറുകൾ, ആ വിവിധ ഇനം കളറുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ആ ഡയമണ്ട്സിൽ തന്നെ വൈറ്റ് ഡയമണ്ട് ഉണ്ട്, പിങ്ക് ഡയമണ്ട് ഉണ്ട്, ബ്ലൂ ഡയമണ്ട് ഉണ്ട്, ബ്ലാക്ക് ഡയമണ്ട് ഉണ്ട്, എങ്ങനെ വരുന്നു, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതെല്ലാത്തിനെക്കുറിച്ചും DNA പ്രേക്ഷകർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. നാളെ നിങ്ങൾ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞൊരു ചിന്ത വന്നാൽ ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ അതിന് ട്രസ്റ്റ്വർത്തായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് രത്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്.
എല്ലാ പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാ പേരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.